ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റിയുടെ സംസ്ഥാന കേരള ഘടകത്തിൻ്റെ 40ാമത് ആനുവൽ കോൺഫറൻസ് സിപ്സ്കോൺ 2024 ഈ വർഷം തിരുവനന്തപുരത്ത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വെച്ച് നടക്കുകയാണ്. 9-ാം തീയതി മുതൽ 11-ാം തീയതി വരെയാണ് പ്രസ്തുത കോൺഫറൻസ്. പ്രസ്തുത കോൺഫറൻസിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഓർഗനൈസിംഗ് ചെയർമാനായിട്ടുള്ള ഡോക്ടർ സാഗർ ടി, ജോയിൻ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ മോഹൻ റോയ് എന്നിവർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഇതിൻ്റെ നടത്തിപ്പിൻ്റെ വിശദാംശങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി മറ്റുമാണ് ഈ പത്രസമ്മേളനം ഇന്നിവിടെ ചേർന്നിട്ടുള്ളത്. ഈ വിശദാംശങ്ങൾ പറയുന്നതിന് വേണ്ടി ഡോക്ടർ സാഗർ ടിയെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും നമ്മുടെ കാര്യങ്ങളൊക്കെയും വളരെയേറെ താല്പര്യപൂർവ്വം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, കവറേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, എല്ലാ വർഷവും ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റി കേരള ഘടകം ഒരു മാധ്യമ അവാർഡ് നൽകാറുണ്ട്. മാധ്യമ പ്രവർത്തകർക്ക് നമ്മൾ ഏർപ്പെടുത്തുന്ന അവാർഡാണ്. ഇത്തവണത്തെ മാധ്യമ അവാർഡ് തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീ PS റംഷാദാണ്. മെമ്പർ എഡിറ്റോറിയൽ ബോർഡ്, സമകാലിക മലയാളം വീക്ക്ലി, ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഗ്രൂപ്പ് പബ്ലിക്കേഷൻ. അപ്പോൾ അത് സന്തോഷത്തോടുകൂടി ഞാൻ ആ വാർത്ത അവരെ അറിയിക്കുകയാണ്. രണ്ടാമത് നമ്മൾ നൽകുന്ന ഒരു അവാർഡ് ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാണ്. അത് എറണാകുളം സൈക്യാട്രിക് സൊസൈറ്റി ഏർപ്പെടുത്തിയിട്ടുള്ള EPS ഒറേഷൻ അവാർഡാണ്. ഇത്തവണ ഈ അതായത് ഒരാളുടെ അതായത് ആജീവനാന്ത സംഭാവനകളെ മാനിച്ചുകൊണ്ട് നൽകപ്പെടുന്ന ഒരു അവാർഡാണ്. അവാർഡ് നിർണയ സമിതി തിരഞ്ഞെടുത്തത് ഡോക്ടർ ഫിലിപ്പ് ജോൺ, എറണാകുളം PGS ക്ലിനിക്കിലെ സീനിയർ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ ഫിലിപ്പ് ജോൺ സാറിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ രണ്ട് കാര്യവും അമുഖമായിട്ട് ഞാൻ ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കാം. പിന്നെ ഞങ്ങൾ ഇതുമായോടനുബന്ധിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ സമ്മേളനത്തിന്റെ വിവിധ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ നോട്ടീസിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഒന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് 9-ാം തീയതി, അതായത് നാളെയാണ്. രാവിലെ പൊതുജനങ്ങൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടിയൊക്കെയുള്ള ഒരു മാനസികാരോഗ്യ ബോധവൽക്കരണ പരിശീലന പരിപാടി കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ EMS ഹാളിൽ വെച്ച് നടക്കും. അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട രജിസ്ട്രാർ കേരള സർവകലാശാല ഡോക്ടർ K. സനൽകുമാർ സാറാണ് നിർവഹിക്കുന്നത്. അതിലെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാര് വിവിധ സെഷനുകൾ എടുക്കുന്നതാണ്. അതിൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അത് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, അഡോളസൻസിലെ അത്തരം ലഹരി പദാർത്ഥങ്ങളുടെയും മറ്റും ഉപയോഗം തുടങ്ങാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഒരു സ്പീക്കർ കൈകാര്യം ചെയ്യുന്നത്. ഡോക്ടർ ജിഷ്ണു ജനാർദ്ദൻ കൈകാര്യം ചെയ്ത് സബ്സ്റ്റൻസ് യൂസ് എമംഗ് അഡോളസൻസ് ആൻഡ് യൂത്ത്. മറ്റൊന്ന് ഡോക്ടർ വിനീത് ചന്ദ്രനാണ്, അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വിഷയം സൂയിസൈഡ് പ്രിവെൻഷൻ ഇൻ അഡോളസൻസ് ആൻഡ് യൂത്ത് എന്നതാണ്. സൂയിസൈഡ്സ് വളരെയേറെ കൂടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. ഒട്ടേറെ രാജ്യങ്ങളിലും ഗ്ലോബലി തന്നെ സൂയിസൈഡ്സിന്റെ എണ്ണം കൂടുകയാണ്. അപ്പോൾ അതെല്ലാ വിഭാഗം ആളുകളെയും, എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും ഇത് ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് സൂയിസൈഡ്സ്. അപ്പോൾ എങ്ങനെ ആത്മഹത്യ ചെയ്യാതെ ഇരിക്കാൻ, ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ എങ്ങനെ തരണം ചെയ്ത് പോകാം, പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാട് എങ്ങനെ പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ വിശദീകരിക്കുന്നതാണ്. മറ്റൊന്ന് മൊബൈൽ ആൻഡ് ഗാഡ്ജറ്റ് അഡിക്ഷൻ എമംഗ് അഡോളസൻസ് ആൻഡ് യൂത്ത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ പരിശീലന ഭാവം നൽകുന്നതാണ്. ഡോക്ടർ അരുൺ B. നായർ പ്രൊഫസർ സൈക്യാട്രി, അദ്ദേഹവും ഡോക്ടർ അഞ്ജു മാത്യുവാണ് ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്തത്. നാളെ വൈകുന്നേരം IMA ഹാൾ ആനേറ വെച്ചാണ് നമ്മുടെ CME ഇന്നോഗ്രേഷൻ നടക്കുന്നത്. ആ ഒരു പ്രോഗ്രാം ഇതിൻ്റെ ഡോക്ടർ ജയപ്രകാശൻ KP, ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റി കേരള ഘടകത്തിൻ്റെ അതിൻ്റെ പ്രസിഡന്റാണ്. അദ്ദേഹമാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് ചീഫ് ഗസ്റ്റായിട്ട് ഡോക്ടർ ജോസഫ് ബെനവൻ, IMAയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ്, അദ്ദേഹം വരുന്നുണ്ട്. പിന്നീട് അതിനടുത്ത ദിവസം ശനിയാഴ്ചയാണ് സയന്റിഫിക് സെഷൻസ് ആരംഭിക്കുന്നത്. സയന്റിഫിക് സെഷൻസ് ശനിയാഴ്ച രാവിലെ തന്നെ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ആരംഭിക്കും. അതിനുശേഷം വിവിധ സെഷനുകൾ ഉണ്ടാവും. വിദഗ്ധരായ സ്പീക്കേഴ്സ് വിവിധ വിഷയങ്ങളെ
അധികരിച്ചുകൊണ്ടുള്ള ടോപ്പിക്സാണ് പ്രസന്റ് ചെയ്യുന്നത്. നമ്മുടെ തീമായിട്ട് വെച്ചിരിക്കുന്നത് ന്യൂ കിഡ്സ് ഓൺ ദ ബ്ലോക്ക് എക്സ്പ്ലോറിംഗ് കറന്റ് സൈക്യാട്രി പ്രാക്ടീസ്. ഇതാണ് ഇത്തവണത്തെ തീമായിട്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ട്. തീർച്ചയായും പ്ലീസ് ഗോ ത്രൂ ദാറ്റ് ബ്രോഷർ. സാറ്റർഡേ 10-ാം തീയതിയുള്ള 9 മണിക്ക് ആരംഭിക്കുന്നു. അഡോളസന്റ് ബിഹേവിയേഴ്സ് ഇൻ ദി ഡിജിറ്റൽ വേൾഡ് ചലഞ്ചസ് ആൻഡ് സൊല്യൂഷൻസ്. ഡോക്ടർ ഷാബിൽ അമീൻ ആണ് സ്പീക്കർ. ഡോക്ടർ സതീഷ് വി, ഡോക്ടർ അഞ്ജു മാത്യു ചെയർ ചെയ്യുന്നുണ്ട്. 9:45 മുതൽ 10:30 വരെ കൺസെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഇൻ ICD-11 എ പ്രോബ്ലം കിറ്റ്. ഡോക്ടർ രാജ്മോഹൻ വി ആണ് സ്പീക്കർ. ഡോക്ടർ വിധുകുമാർ കെ, ഡോക്ടർ രമണ മീറാട്ടിന്റെ ചെയർ ചെയ്യുന്നു. 10:45 മുതൽ 11:30 വരെ ന്യൂറോളജി സൈക്യാട്രി ഇന്റർഫേസ് എന്നുള്ളതാണ് ആ ഒരു വിഷയം. ഡോക്ടർ സുധി എസ് നായരാണ് സ്പീക്കർ. ഡോക്ടർ അശോക് കുമാർ കി, ഡോക്ടർ ജയകുമാർ ആർ എന്നിവരുടെ ചെയർപേഴ്സൺസ് ആണ്. മറ്റൊന്ന് 11:30 മുതലുള്ള സെഷൻ പ്രാക്ടീസിംഗ് സൈക്യാട്രി ഇൻ ദ ഇറ ഓഫ് മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡ്. ഡോക്ടർ വർഗീസ് പി കുന്നൂസ്, പ്രിൻസിപ്പൽ ആൻഡ് പ്രൊഫസർ ഓഫ് സൈക്യാട്രി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയമാണ് സ്പീക്കർ. ഡോക്ടർ സുധ മൈസൂർ ചെയർ ചെയ്യുന്നു. 12:15 മുതൽ 1:15 വരെ എറണാകുളം സൈക്യാട്രിക് സൊസൈറ്റി ഒറേഷൻ ആണ് ഡോക്ടർ ഫിലിപ്പ് ജോൺ സാറാണ് നിർവഹിക്കുന്നത്. അതിന്റെ വിഷയം വളരെ പ്രസക്തമായ വിഷയമാണ്. ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ്, ദി സ്പെക്ട്രം കൺസ്ട്രക്ട്. അപ്പോൾ അതിന്റെ ചെയർപേഴ്സണായിട്ട് വരുന്നത് ഡോക്ടർ റോയ് എബ്രഹാം കള്ളിവേൽ, എമിനന്റ് സൈക്യാട്രിസ്റ്റ്. ഡോക്ടർ അബ്ദുൽ ബാരി സാർ, ഫോമർ സൂപ്രണ്ടന്റ് ഓഫ് ഗവൺമെന്റ് മെന്റൽസ് എന്നിവർ തിരുവനന്തപുരം. പിന്നീട് ശനിയാഴ്ച തന്നെ 2 മണി തൊട്ട് 3 മണി വരെ ഡിബേറ്റ് നടക്കാം. റീകൺസ്ട്രക്ഷൻ ഓഫ് മെന്റൽ ഹോസ്പിറ്റൽ, ഈസ് ഇറ്റ് ദി ഓൺലി വേ ഫോർവേഡ്. അമേരിക്കയിലൊക്കെ ആരംഭിച്ച ഒരു വലിയ ഒരു മൂവ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇടപെടലുണ്ട്. മെന്റൽ ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെ ഡീഇൻസ്റ്റിറ്റ്യൂഷനലൈസ് ചെയ്യാന്നുള്ളത്. അപ്പം പല വലിയ മെന്റൽ സെന്റേഴ്സ് ഡൗൺ സൈസ് ചെയ്യുകയൊക്കെ ചെയ്തു. കമ്മ്യൂണിറ്റി സൈക്യാട്രിയെ എൻകറേജ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മുടെ നാട്ടിൽ അത് പ്രസക്തമാണോ എന്നുള്ളതാണ് ഈ ഡിബേറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിലെ സ്പീക്കേഴ്സ് ഡോക്ടർ രാംകുമാർ GS, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്യാട്രി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കി. അത് ഡോക്ടർ സുബ്രഹ്മണ്യൻ, സീനിയർ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ്, മെന്റൽ ഹെൽത്ത് തൃശൂർ. മോഡറേറ്റർ ഡോക്ടർ അരുൺ ബി നായരാണ്. പിന്നെ 3:15 മുതൽ 4 മണി വരെ മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പി, ഡീഅഡിക്ഷൻ ട്രീറ്റ്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പിയിലെ MET. ഈ സെഷൻ സ്പീക്കറായിരിക്കും ഡോക്ടർ അരുൺ അയ്യപ്പനാണ്, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് സൈക്യാട്രി, ഗവൺമെന്റ് മെഡിക്കൽ തിരുവനന്തപുരം. ചെയർ ചെയ്യുന്നത് ഡോക്ടർ മോഹൻ സുന്ദരം, സീനിയർ കൺസൾട്ടന്റ് സൈക്യാട്രി, മനോഹർ ഹോസ്പിറ്റൽ കോഴിക്കോട്. ഇൻകമിംഗ് പ്രസിഡന്റാണ് സംഘടന. പിന്നെ ഡോക്ടർ അനീസൻ, കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് കോഴിക്കോട്. പിന്നീട് തിരുവനന്തപുരം ജില്ലയിലെ സൈക്യാട്രിസ്റ്റുമാരുടെ സംഘടനയായ ഈ സമ്മേളനം ഹോസ്റ്റ് ചെയ്യുന്നത് രണ്ട് പേരാണ്, അല്ലെങ്കിൽ 2 സംഘടനകളാണ്, അല്ലെങ്കിൽ 2 ഓർഗനൈസേഷനാണ്. ഒന്ന് ബേണാഡ് ഗിൽഡ് ഓഫ് സൈക്യാട്രിസ്റ്റ്, തിരുവനന്തപുരം ജില്ലയിലെ സൈക്യാട്രിസ്റ്റുമാരുടെ സംഘടന, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്യാട്രി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. അപ്പോൾ ഈ ബേണാഡ് ഗിൽഡ് ഓഫ് സൈക്യാട്രിസ്റ്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു യങ് സൈക്യാട്രിസ്റ്റ് അവാർഡുണ്ട്. അത് ഈ 4 മണി തൊട്ട് 5 മണിയുള്ള സെഷനായിട്ടാണ് ആ അവാർഡ്. അപ്പം ചെറുപ്പക്കാരായ സൈക്യാട്രിസ്റ്റുമാർ അത് അവരുടെ പേപ്പറൊക്കെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അത് ചെയർ ചെയ്യുന്നത് ഡോക്ടർ ജയപ്രകാശ് പി, ഡോക്ടർ ശങ്കർ ശശിധരൻ. പിന്നീട് ശനിയാഴ്ച 2 മണി സമാന്തരമായ സെഷൻസ് ഉണ്ട്. ഈ ഹോൾ 1, ഹോൾ 2 എന്ന് പറയുന്ന 2 സമാന്തര സെഷൻസ് ആണ് നടക്കുന്നത്. അതിൽ ഹോൾ 2-ൽ, ഹോൾ 1-ലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഹോൾ 2-ൽ യങ് സൈക്യാട്രിസ്റ്റ് ഫോറം എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട്. അതിൽ റോൾ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് AI ടൂൾസ് ഇൻ സൈക്യാട്രി. നമുക്കറിയാം, ലോകം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു, ടെക്നോളജി അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെങ്ങനെയാണ് നമ്മുടെ ഈ മേഖലയിൽ അതിൻ്റെ ഇടപെടൽ, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചെയർ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ മോഹൻ റോജിയാണ്, പ്രൊഫസർ ഓഫ് സൈക്യാട്രി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്യാട്രി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കൊല്ലമാണ്. ഞങ്ങളുടെ ഈ സംഘടനാ സമിതി ജോയിന്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി. പിന്നെ ഡോക്ടർ സെബിൻ കുമാർ കോ ചെയറായിട്ട് വരുന്നു. അദ്ദേഹം ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്യാട്രി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കൊല്ലം. അസോസിയേറ്റ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്യാട്രി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശൂർ. പിന്നെ 2 മണി തൊട്ട് 2:15 വരെ സൈക്യാട്രി ഇൻ ദ ഇറ ഓഫ് മെഷീൻ ലേണിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഡോക്ടർ ടിങ്കു വിൽസൺ, RM ഓഫ് ഗവൺമെന്റ് മെന്റൽ ഹെൽത്ത് സെന്ററാണ് ഈ സ്പീക്കറായിട്ട് വരുന്നത്. മറ്റ് 2:15 മുതൽ 2:30 വരെ ഉള്ളത് ബിഗ് ഡാറ്റ ആൻഡ് AI ഇൻ സൈക്യാട്രിക് ട്രീറ്റ്മെന്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മറ്റൊരു തലമാണ് അവിടെ പരിശോധിക്കുന്നത്. 2:30 മുതൽ 2:45 വരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ റിസർച്ച് ആൻഡ് ലേണിംഗ്. എത്രത്തോളം ഗവേഷണ കാര്യങ്ങൾക്കും പഠന കാര്യങ്ങൾക്കും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രയോജനപ്പെടുത്താവുന്നതാണ് ആ സെഷൻ. ഡോക്ടർ അരുൺ ജോയിയാണ്, കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ്, മാക്സ് മൈൻഡ്സ് റിഹാബ് സെന്റർ, കണ്ണൂരാണ് അവതരിപ്പിക്കുന്നത്, സ്പീക്കറായിട്ട് വരുന്നത്. 2:45 മുതൽ 3 മണി വരെ
എത്തിക്കൽ കൺസിഡറേഷൻസ് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ ഫോർ മെന്റൽ ഹെൽത്ത്. ഡോക്ടർ ഐഷ ഷെറിൻ നസീറാണ് പ്രസന്റ് ചെയ്യുന്നത്. പിന്നീട് ഡിസ്കഷനാണ്. പിന്നെ 3:15 മുതൽ 4 മണി വരെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ഇന്റർവെൻഷൻസ് ഇൻ സൈക്യാട്രി. അത് ഡോക്ടർ ഐശ്വര്യ ആത്മത്താണ്, സീനിയർ റെസിഡന്റ് ഡിപ്പാർട്ട്മെന്റ് സൈക്യാട്രി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. ഷെയർ ചെയ്യുന്നത് ഡോക്ടർ നിസാർ അഹമ്മദ് കെ എ, ഫോമർ RMO ആൻഡ് ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ഗവൺമെന്റ് മെന്റൽ സെന്റർ, currently working in Sri Rama Hospital. Then Dr. Prabha S, senior consultant psychiatrist, വേറെ വർക്കിംഗ് ചെയ്യുന്നതാണ്. പിന്നീട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രോഗ്രാം 4 തൊട്ട് 5 വരെ നടക്കുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് ക്വിസാണ്, കണ്ടക്ടഡ് ബൈ ഡോക്ടർ അനുപമ പ്രകാശ്, ഡോക്ടർ ഋത്വിക് എസ്, അസിസ്റ്റന്റ് പ്രൊഫസർ. പിന്നീട് സൺഡേയുടെ പ്രോഗ്രാം 9 മണി തൊട്ട് 10 മണി വരെ പാലക്കാട് ഗിൽഡ് ബെസ്റ്റ് PG പേപ്പർ അവാർഡ്. ശരിക്കും ആ പ്രോഗ്രാം ഒന്ന് റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് 25ഓളം ഈ പോസ്റ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രീ പേപ്പർ വേറെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ സെഷൻസ് നമ്മൾ 9 മണി എന്നുള്ളത് നമ്മൾ 8:30 മണിക്ക് ആരംഭിക്കും. അതിനുശേഷം 10 തൊട്ട് 11 മണി വരെ ഫ്രീ പേപ്പർ സെഷൻസ് ഉണ്ടായിരിക്കും, പോസ്റ്റ് പ്രസന്റേഷൻ ഉണ്ടായിരിക്കും. ഓർഗനൈസ്ഡ് ബൈ ഡോക്ടർ ഇന്ദു വി നായർ, സീനിയർ കൺസൾട്ടന്റ് സൈക്യാട്രി മെന്റൽ സെന്റർ, ആൻഡ് ഡോക്ടർ ഇന്ദു വി നായർ ഈസ് ദി സയന്റിഫിക് കമ്മിറ്റി ചെയർപേഴ്സൺ, ആൻഡ് ഡോക്ടർ ശംഭു സുഗതൻ, ജൂനിയർ കൺസൾട്ടന്റ് സൈക്യാട്രി, ഗവൺമെന്റ് മെന്റൽ സെന്റർ തിരുവനന്തപുരം. പിന്നെ ഈ സൺഡേ തന്നെ ഹോൾ 2-ൽ വർക്ക്ഷോപ്പാണ് RTMS. ഈ ടെക്നോളജിയുടെ ഒരു ആപ്ലിക്കേഷനാണ് RTMS. ആ ഒരു സംവിധാനം, ആ ഒരു ചികിത്സാ രീതി, മോഡേൺ ചികിത്സാ രീതി ഇതുമായി ബന്ധപ്പെട്ട ഒരു വർക്ക്ഷോപ്പാണ്, ഒരു ശില്പശാലയാണ് നടക്കുന്നത്. ഒരു 30 പേർക്ക് വേണ്ടി ലിമിറ്റ് ചെയ്തിരിക്കുന്നു. ഇത് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കൂടിയാണ്. ഡോക്ടർ ജിതിൻ ടി ജോസഫ് ഈസ് ക്ലിനിക്കൽ റിസർച്ച് ഫെലോ ഇൻ ന്യൂറോ മോഡുലേഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്യാട്രി, മണിപ്പാൽ അക്കാദമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. അദ്ദേഹമാണ് ഈ ഒരു വർക്ക്ഷോപ്പ് ലീഡ് ചെയ്യുന്നത്. ആനുവൽ ജനറൽ ബോഡിയാണ് 11 മണി തൊട്ട് 12 മണി വരെ. അപ്പോൾ ഇത്രയുമാണ്. പിന്നീട് 12 മണിക്ക് ഒരു വാലിഡേറ്റ് ഫംഗ്ഷനോടുകൂടി 40ാമത്തെ കേരളത്തിലെ സൈക്യാട്രിസ്റ്റുമാരുടെ ഈ സംഘടനയുടെ 40ാമത്തെ വാർഷികം സമാപനം കുറിക്കുന്ന ചെറിയൊരു ഫംഗ്ഷനോടുകൂടി അത് സമംഗളം പര്യവസാനിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വളരെയേറെ വിപുലമായ പിന്നെ ക്ലാസ്സുകളും സെഷൻസും ഒരുപാട് ഇൻവൈറ്റഡ് സ്പീക്കേഴ്സിനെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് അങ്ങനെ ഈ തിരുവനന്തപുരം നഗരത്തിന്റെ മണ്ണിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ അങ്ങനെ ഇടപ്രദമായിട്ട് ഇങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ മാധ്യമങ്ങളിൽ ഈ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന നിലയിൽ നന്നായിട്ട് കവർ ചെയ്ത് തരണമെന്ന് ഇനി അതിജീവാൻ ഇതിനായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ സംഘടന എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ ഗവൺമെന്റ് സെക്ടറിലും സ്വകാര്യ മേഖലയിലുമുള്ള മുഴുവൻ സൈക്യാട്രിസ്റ്റുമാരുടെ സംഘടനയാണ് ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റി. അതിന് എല്ലാ സംസ്ഥാനങ്ങളിലും ശാഖകളുണ്ട്. ഇപ്പൊ കേരളത്തിലെ സൈക്യാട്രിസ്റ്റുമാരുടെ ഒരു സംഘടനയാണ് ഈ കേരളത്തിൽ ബ്രാഞ്ച്, ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റി കേരള സ്റ്റേറ്റ് ബ്രാഞ്ച്. അപ്പോൾ അതിൽ സ്വകാര്യ മേഖലയിൽ ഡോക്ടർമാരും ഇതിലുണ്ട്, പിന്നെ ഗവൺമെന്റ് സെക്ടറിലുണ്ട്. അതുപോലെ റെസിഡൻസ് എന്ന് പറയും, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള അവർക്ക് ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അതെ, ഡിപ്പാർട്ട്മെന്റ് സൈക്യാട്രി ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് സൈക്യാട്രിയുടെ സഹകരണത്തോടു കൂടിയാണ് സംയുക്തമായിട്ടാണ് നമ്മൾ ഇത് സംഘടിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മുടെ അവാർഡ് സംബന്ധിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ ഇത്തരം തുടർ പരിശീലനങ്ങൾ നമ്മൾ തുടർ പരിശീലനം എന്നാണ് പറയുന്നത്, കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ്. നമ്മൾ മെഡിക്കൽ കോളേജിൽ നിന്ന് പരിശീലനം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഡോക്ടർമാർക്ക് തുടർച്ചയായിട്ട് പരിശീലനങ്ങൾ നൽകിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞങ്ങളുടെ ഈ മെഡിക്കൽ നോളജ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അതാണ് ഈ പുതിയ വിഷയങ്ങൾ, സമകാലീന കാലിക പ്രാധാന്യമുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിങ്ങും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചർച്ചാ വിഷയമാക്കുന്നതും പഠന വിധേയമാക്കും, പഠിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നത്. നമസ്കാരം. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഡോക്ടർ സാഗർ പറഞ്ഞിട്ടുണ്ടെന്ന് കരുതുന്നു. മറ്റെന്തെങ്കിലും കാര്യങ്ങളില്ലെങ്കിൽ നമുക്ക്